നമസ്കാരം, ഞാൻ ഡോക്ടർ സ്വരൂപ് കെരാജ്, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, എലിമെക്സ് ഹോസ്പിറ്റൽ, കായംകുളം. ഇന്ന് നമുക്ക് സംസാരിക്കാൻ പോകുന്നത് മെഡിക്കൽ മേഖലയിലെ ചില മിത്തുകളെ കുറിച്ചാണ്. അപസ്മാരത്തെപ്പറ്റി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. സാധാരണഗതിയിൽ നമ്മൾ പൊതുവേ ഒരു സിനിമയിലോ സീരിയലിലോ ഒക്കെ അല്ലെ ഒരു പൊതുബോധത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു രോഗിക്ക് അപസ്മാരം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഓടിക്കൂടുന്നു. എന്നിട്ട് എവിടെന്നെങ്കിലും ഒരു കെട്ട് ഇരുമ്പ് താക്കോൽ സംഘടിപ്പിച്ചിട്ട് ആ പെടയുന്ന മനുഷ്യൻ്റെ കയ്യിൽ പിടിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വായിലെന്ന് പറയുമ്പോൾ അതൊക്കെ വന്ന് പയ്യെ വെട്ടി നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു ചിത്രം നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായി മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപസ്മാരം വന്നാൽ എന്ത് ചെയ്യണം. രണ്ടാമത്, ഇരുമ്പിന് അപസ്മാരം ചികിത്സിക്കുന്നതിൽ എന്തെങ്കിലും റോളുണ്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇരുമ്പിന് അപസ്മാരം ചികിത്സിക്കുന്നതിൽ എന്തെങ്കിലും റോളുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കാം. ഇരുമ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എലിമെൻ്റാണ്. ഭൂമിയിൽ ഏറ്റവും അധികമുള്ള ഇരുമ്പാണ്. അതുപോലെ നമുക്ക് കാന്തശക്തി നേടിയെടുക്കാവുന്ന ചില എലമെൻറ്റ്സിൽ ഒന്നാണ് ഇരുമ്പ്, നിക്കൽ, ബെറിലിയം ഇതുപോലെയെങ്കിലും നമുക്ക് കിട്ടാൻ എളുപ്പമുള്ള കാന്തിക ശക്തിയാക്കി എടുക്കാൻ പറ്റിയ ഒരു എലമെൻ്റാണ് ഇരുമ്പ്. അങ്ങനെ ഇരുമ്പിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. പക്ഷേ അപസ്മാരത്തിൻ്റെ കാര്യത്തിൽ ഇരുമ്പൊരു പക്ക ഫെയിലിയറാണ്, സമ്പൂർണ്ണ പരാജയമാണ്. ഇരുമ്പിന് അപസ്മാരം ചികിത്സിക്കുന്നതിൽ ഒരു റോളുമില്ല. സാധാരണഗതിയിൽ നമുക്കൊരു രോഗിക്ക് അപസ്മാരം വരുമ്പോൾ ഈ വലിയ അപസ്മാരം നമ്മൾ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ എന്നാണ് പറയുക. അത് വരുമ്പോൾ രോഗിയുടെ ശരീരം പെട്ടെന്ന് സ്റ്റിഫാകും, കട്ടി വന്നിങ്ങനെ മുറുകും, കഴുത്ത് ചിലപ്പോൾ ഒരു വശത്തേക്ക് മുകളിലോട്ട് തിരിയും, കണ്ണ് തുറിച്ചു വന്ന് മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അതിനൊപ്പം തന്നെ ചിലപ്പോൾ നാക്ക് കടിക്കും. പിന്നെ ഈ മുറുകി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ശരീരം ജർക്ക് ചെയ്യാൻ തുടങ്ങും. ജർക്ക് ചെയ്ത് വായിന്ന് നൊരയും പതയും വരും. പിന്നെ ചിലപ്പോൾ അറിയാതെ മൂത്രം പോകും. അതിനുശേഷം പതിയെ ഈ ജർക്കിൻ്റെ അളവ് കൂടി വന്ന് ഒരു പൂർണ്ണ തളർച്ചാവസ്ഥയിലേക്കും അബോധാവസ്ഥയിലേക്കും പോകും. ഈ ഒരു ഫേസ് സാധാരണഗതിയിൽ 2 മുതൽ 3 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാറുള്ളൂ. ഒരു 95 മുതൽ 99% കേസിലും ഈ ഒരു 3 മിനിറ്റുള്ളിൽ ഇത് മാറും. അപ്പം ഒരു പക്ഷേ പണ്ടാരെങ്കിലും ഇത് ശ്രദ്ധിച്ച ഒരാൾ ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാകും, രോഗിയുടെ കൈ ആ മുറുക്കം വന്നു കഴിഞ്ഞിട്ട് തളരുന്ന ആ സ്റ്റേജ് ക്ലോണിക് ഫേസിൽ ഇങ്ങനെ പിടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാകും. അപ്പോൾ എന്തോ ഒന്ന് കയ്യിൽ വെച്ച് തരൂ എന്നാവശ്യപ്പെടുന്ന പോലെ തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ആരെങ്കിലും ആ സമയത്ത് ഇങ്ങനെ കയ്യിൽ ഇരുമ്പ് കൊടുത്തു. പക്ഷേ സ്വാഭാവികമായ 2-3 മിനിറ്റിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ ആ ഇരുമ്പ് മുറുക്ക പിടിച്ചുകൊണ്ട് അയാളുടെ അപസ്മാരം നിൽക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു അന്ധവിശ്വാസമാണത്. ഇനി ശരിക്കും ഒരാൾക്ക് അപസ്മാരം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എത്രയും പെട്ടെന്ന് അയാളെ അപകടമുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി കിടത്തുക. ചിലപ്പോൾ വെള്ളത്തിൻ്റെ അടുത്തായിരിക്കാം, തോട്ടിൻ്റെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹൗസ് ബോട്ടിൽ വെച്ചായിരിക്കാം. അതുപോലെ വെള്ളത്തിലോട്ട് പോയാൽ അപകടം. അപ്പോൾ പെട്ടെന്ന് ഈ അപസ്മാരം വരുന്നയാളെ തീയുടെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ റോട്ടിലാണെങ്കിൽ വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട്, സൈഡിലേക്ക് മാറ്റാം. ഏത് സിറ്റുവേഷനാണോ രോഗിക്ക് അപസ്മാരം വരുന്നത് അതിൽ നിന്ന് രോഗിയെ സേഫായിട്ട് സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ ജോലി. രണ്ടാമത് ചെയ്യേണ്ടത്, പലപ്പോഴും ഈ അപസ്മാരം വരുന്ന രോഗിക്ക് മരണം സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ വായിൽ കൂടി വരുന്ന നുരയും പതയും തിരിച്ച് ശ്വാസകോശത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. ആസ്പിരേഷൻ എന്ന് പറയും. വായിക്കൂടി നുരയും പതയും വന്നിട്ട് അത് ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്ക് പോകുക. അപ്പോൾ ഈ ആസ്പിരേഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ജോലി. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ സേഫായിട്ട് സ്ഥലത്തോട്ട് മാറ്റി ഉടനെ തന്നെ രോഗിയെ ചെരിച്ച് കിടത്തുക. അപ്പോൾ നമ്മൾ നേരെ കിടക്കുന്നതിന് പകരം ഒരു ആംഗിളിൽ കിടത്തുക, സൈഡിൽ. ബോഡി നല്ല സ്റ്റിഫായിരിക്കുമെങ്കിലും 2 പേര് കൂടി ഒന്ന് ചെരിച്ച് കിടത്തിയാൽ വായിക്കൂടി വരുന്ന നുരയും പതയും സൈഡിൽ കൂടി ഒലിച്ച് താഴെ പൊക്കോളും. ശ്വാസകോശത്തിൽ പോയിട്ട് അദ്ദേഹം ആസ്പിറേറ്റ് ചെയ്ത് മരിക്കാനുള്ള സാധ്യത കുറവാണ്. മൂന്നാമത്, പലപ്പോഴും ഈ സ്റ്റിഫായിട്ട് വരുന്ന സമയത്ത് കൈയൊക്കെ ഇങ്ങനെ മുറുകി വരുമ്പോൾ കൈയൊക്കെ പിടിച്ച് നേരെയാക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം പലപ്പോഴും സ്വയമേവ തന്നെ ഈ ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻ വരാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളത് പിടിച്ച് നേരെയാക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻ ഫ്രാക്ചറൊക്കെ വരാം. പിന്നെ ഇന്നത്തെ കാലത്ത് മിഡാസോളം എന്ന് പറയുന്ന ഒരു മൂക്കിലടിക്കുന്ന സ്പ്രേയും അവൈലബിൾ ആണ്. സ്ഥിരമായിട്ട് അപസ്മാരം വരും എന്നറിയാവുന്ന രോഗികളുടെ കൂട്ട് ഉള്ള ആൾക്കാർക്ക് ഇത് കൂടെ കൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ ഇത് സൂക്ഷിക്കുകയോ ചെയ്യുക. അപസ്മാരം വന്നാൽ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. സേഫ് പൊസിഷനിലേക്ക് രോഗിയെ മാറ്റുക, ചെരിച്ചു കിടത്തുക, നുരയും പതയും പോകുന്നെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം ഓരോ മൂക്കിലും 3-4 സ്പ്രേ ശരീരത്തിൻ്റെ ഭാരം അനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അധികം നീണ്ടു നിൽക്കാതെ പെട്ടെന്ന് തന്നെ രോഗിയുടെ അവസ്ഥ മാറുന്നതാണ്. അപ്പോൾ ഇരുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് മനുഷ്യരുടെ ജീവിതത്തിനെ അതുപോലെ സമൂഹത്തിനെയും സ്വാധീനിക്കുന്നത്. പക്ഷേ അപസ്മാരത്തിൻ്റെ കാര്യത്തിൽ ഇരുമ്പ് എന്നുള്ളത് ഒരു മിത്താണ്, അന്ധവിശ്വാസമാണ്, ഒരു പരാജയമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. സേഫ് പൊസിഷനിലേക്ക് മാറ്റുക, ചെരിച്ചു കിടത്തുക. ഇനി മിഡാസോളാം പോലത്തെ നേസൽ സ്പ്രേ ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കുക.
അല്ലാതെ താക്കോൽ അന്വേഷിച്ചോടി രോഗിയുടെ സേഫ്റ്റി അല്ലെങ്കിൽ രോഗിയുടെ ജീവൻ അപകടത്തിൽ ആക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.